മനുഷ്യന് വളർന്ന് മലക്കിനെ പോലെ അല്ലെങ്കിൽ അതിൻ്റെയും മീതെ എത്താനുള്ള അവസരമുണ്ട്. അതേ മനുഷ്യന് തന്നെ താണ് മൃഗത്തെപ്പോലെ അല്ലെങ്കിൽ മൃഗത്തിനേക്കാളും അധപ്പതിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അത് സൂചിപ്പിച്ചിട്ടാണ് അള്ളാഹു പറയണത്, വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് വഴിയെയും മനുഷ്യർക്ക് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ഉന്നതങ്ങളിലേക്കെത്താനും വികാരത്തിനടിമപ്പെട്ട് അധമനാവാനും മനുഷ്യന് കഴിയും. ഇതുവരെയുള്ള നമ്മുടെ യാത്രയിൽ വികാരത്തിനടിമപ്പെട്ടുള്ള ജീവിതമാണോ അല്ല ബുദ്ധിയോടെയുള്ള ജീവിതമാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം. നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു നോക്കണം. ഇസ്തഫ്തി ലിനഫ്സിക്ക, എല്ലാം പൊന്മോളുസ്താനോട് ചോദിക്കാൻ നിൽക്കരുത്. ചിലത് നമ്മളോട് തന്നെ മസല വയ്ക്കണം, ഞാൻ അങ്ങനെ ഉണ്ട് എന്ന്. അതിനാണ് ഹൃദയത്തിലേക്ക് സെൽഫി എടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ക്ലാരിറ്റിയുള്ള പിക്ചർ അല്ല കിട്ടുന്നതെങ്കിൽ മുഹാസബത്തിലൂടെ നമുക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ജദ്ദിദോ ഈമാനക്കും, ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തും മഹാന്മാരുടെ കൂടെ കൂടിയും അവരെ സിയാറത്ത് ചെയ്തും ദിക്റുകൾ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും നമ്മുടെ ഗ്രാഫ് ഉയർത്തണം. അങ്ങനെ ഉയർത്തുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാവുന്നത്. അതിൻ്റെ ഒരു സാധ്യതയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത്. തിരൂരിൽ നിന്ന് 9:55 ട്രെയിന്. നിലവിലുള്ള സിസ്റ്റം പ്രകാരം ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകണം. സോ ഇവിടുന്ന് 9 മണിക്ക് നിലവിലുള്ള ട്രാഫിക്കും റോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പൂർത്തിയാക്കണം. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക? അതിന് ചിലപ്പം വിസ്വാൽ എന്ന് പറയും. എക്കോ കുറച്ച് ഞാൻ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളോട് ആക്ഷൻ കാണിക്കാം. അതിനാണ് വിസ്വാൽ എന്ന് പറയുക. അതെങ്ങനെയാണ് സാധ്യമാവുക? മനുഷ്യൻ പല തരത്തിലും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ അബ്ദുൽ ജസദ്, ശരീരത്തിൻ്റെ അടിമ. അബ്ദുൽ ഹവ, ആഗ്രഹത്തിൻ്റെ അടിമ. ഇതൊക്കെ മനുഷ്യന്മാരുടെ പല ടൈപ്പുകളാണ്. ഈ പറഞ്ഞതിൽ തന്നെ ഏകദേശം 80% ആളും ഉൾപ്പെട്ടു. മറ്റൊന്നാണ് അബ്ദുദ്ദീനാർ, പണത്തിൻ്റെ അടിമ. നാലാമത്തതാണ് അബ്ദുസൗജ, ഭാര്യൻ്റെ അടിമ. അഞ്ചാമത്തെ ആൾ മാത്രമേ ലോകത്ത് വിജയിച്ച ആളുള്ളൂ. അത് വളരെ വളരെ കുറവായ ആളാണ്. വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ കാലത്ത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. 999 ആൾ നരകത്തേക്ക് പോയിട്ട് വേണം ഒരു സ്വർഗ ടിക്കറ്റ് മുറിയാൻ. 120 സൊഫുണ്ട് മഹ്ശറിൽ. ഓരോ സൊഫിലും കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവും. അതിൽ 117 സൊഫും നരകത്തിലാണ്. അതങ്ങനെയാണ്, അതിൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ലോകത്ത് അബ്ദുള്ള മാത്രമാണ് വിജയിച്ച ടീം എന്ന് പറയുന്നത്. അബ്ദുള്ള മാത്രം. നമ്മളൊക്കെ അബ്ദുള്ളയാണോ അല്ല ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും അടിമകളാണോ എന്ന് ഒരു പരിശോധന നടത്തിയാൽ തന്നെ അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയുടെ ദൂരം മനസ്സിലാവും. ആദ്യം തോറ്റ ടീമിനെ ഒന്ന് പരിചയപ്പെടാം. അതിന് പറയൽ തുറഫുൽ അഷ്യാഉ ബി അൽദാദിഹാ നാം. തോറ്റ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ തോറ്റ അടിമകൾ? ഒന്നാമത്തത് അബ്ദുൽ ഹവ, ശരീരത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിമയാണ് അവർ. അവരാഗ്രഹിക്കുന്നത് അവർ ചെയ്യും. അത് ആരുപദേശിച്ചാലും അത് സ്വീകരിക്കില്ല. അതിന് പുതിയ കാലത്ത് വിളിക്കുന്ന പേരാണ് ലിബറലിസം. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ കാര്യം ഉപ്പ നോക്കണ്ട, ഉമ്മ നോക്കണ്ട, ഞാനൊരു പെണ്ണിനെ കണ്ടിന് കെട്ടിയിരിക്കും, വേറെ വർത്താനമില്ല.
എല്ലാവരും ഈ സമയത്താണ് ഉറങ്ങണത്? ഇത് വെള്ളിയാഴ്ചയല്ലേ, ജുമയ്ക്ക് വേണ്ടേ? ഞാൻ ഉറങ്ങും. അതാണ് ഒരു സിദ്ധാന്തം. അതാണ് സംഭവം. എല്ലാ മോനെ, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങൽ ഒരു ബർക്കത്ത് കമ്മിയല്ലേ? പിന്നെ ഉറക്കം വന്നാൽ എന്താക്കേണ്ടത്? കണ്ടോ? മൂപ്പരെന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യും. അതേത് തങ്ങളല്ല, ഉസ്താദല്ല, ആരും ഉപദേശിച്ചാലും അത് സ്വീകരിക്കൂല. അതാണ് അബ്ദുൽ ഹവാ. അവരാഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവരാ. അവരെ അതിനിശ്ചിതമായി ഖുർആൻ തന്നെ വിമർശിച്ച് പറയേണ്ടത്, അവർ ഇലാഹാക്കിയത് എന്നെ അല്ല, അവരുടെ ഹവയെയാണ്, ആഗ്രഹത്തിൻ്റെയാണ്. അവർ അള്ളാൻ്റെ അടിമയല്ല, അവർ ആഗ്രഹത്തിൻ്റെ അടിമയാണ്. തിന്നണം എന്ന് പറഞ്ഞാൽ തിന്നും, ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഉറങ്ങും. അങ്ങനെയാണ് മൂപ്പര്. അതിന് ബ്രേക്കും ബെല്ലൊന്നും ഉണ്ടാവില്ല. മൂപ്പര് ആഗ്രഹിച്ചു മൂപ്പര് ചെയ്യും. ഗസാലി ഇമാമിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അതൊരു മൃഗീയ സ്വഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ 10 മൃഗങ്ങളുടെ സ്വഭാവം ഗസാലി ഇമാം അവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പറയാനുള്ള നേരമില്ല. മറ്റൊരു ആംഗിളിൽ പറഞ്ഞാൽ 4 പക്ഷികളുടെ സ്വഭാവം പറയുന്നുണ്ടല്ലോ. അർബഅത്തും മീനത്തു യൂരി തൊയ്യറു. 4 പക്ഷികളുടെ സ്വഭാവം മോനെ നീ ഒഴിവാക്കണം. ഏതാണ് 4 പക്ഷി? താഊസുനാദീക്കുൻ ഖുറാബുൻ നസ്റു. ഒന്ന് താഊസ്, മയിൽ. അവിടെ താഊസുന, നമ്മളെ മയിൽ എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. താഊസുന, നമ്മുടെ മയിൽ. ദീക്കുൻ, പൂവങ്കോഴി. ഖുറാബുൻ, കാക്ക. CROW, മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക. നമ്മളെ ഈ ജില്ലയിലെ കാക്കയല്ല, മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക. ഖുറാബുന്, അതാണ്. പിന്നെ നസ്റുൻ, പരുന്ത്. എന്താ ഈ 4 പക്ഷികളുടെ ദുസ്വഭാവം? ഇതാണ് അബ്ദുൽ ഹവക്കാർക്ക് ആകപ്പാടുണ്ടാവുക. കിബറുൻ വ ഷഹ്വത്തുൻ വ ഹിർസുൻ വ ഉജുബ്. ഈ താഊസിനുണ്ടാകുന്ന, മയിലിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കിബറാണ്. കിബർ, പീലി വിടർത്തി കഴിഞ്ഞാൽ മൂപ്പർക്കൊരു തോന്നലാണ് ഞാനാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന്. അങ്ങനെ ഉണ്ടാവും. പർദ്ദൻ്റെ പുറത്ത് മാലയിട്ടാൽ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ സാധ്യത ഉണ്ട്. ഓഡിയിലോ ഫോർച്യൂണറിലോ ഒക്കെ സ്ഥാപനത്തിൽ വന്നിട്ട് 2 ഓണക്കടിക്കുന്ന ആജിയമാർക്ക് അങ്ങനെ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും പുതിയൊരു സംവിധാനമോ മറ്റോ കിട്ടിയാൽ കിബറുണ്ടാവാൻ പാടില്ല. ക്യാൻസറൊക്കെ വന്ന ആകെപ്പാടെ സംഭവിക്കലും മരിക്കേ ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും ആവുന്നു ചെയ്യില്ല. അതിൻ്റെ അപ്പുറം എന്താ വേണ്ടത്? പക്ഷെ കിബർ വന്നാൽ ചത്തുപോവും, ഈമാൻ അങ്ങ് നഷ്ടപ്പെടും. അതാണൊരു പ്രശ്നം. ലോകത്തെ എല്ലാ നബിമാരുടെയും ശത്രുക്കളുടെ മെയിൻ പ്രശ്നം കിബറാണ്. കിബറോ ഹസദോ അല്ലാത്ത ഒരു പ്രശ്നം ഒരു നബിയുടെയും ശത്രുവിനുണ്ടാവില്ല. ഇതിൽ 2-1 അവരുടെ പ്രശ്നം ഉണ്ടാവുക. കിബർ, അണുമണിത്തൂക്കം, ഒരു ചെറിയ തരി ഖൽബിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് നുബുവത്തിൻ്റെ നാവ് കൊണ്ട് സ്വർഗോദ്ഘാടനം ചെയ്യേണ്ട ആളാ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സ്വർഗത്തിലേക്കില്ല എന്ന്. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ ഇഹിയയിൽ എത്രയാ കാര്യങ്ങൾ പറയണത്. അതിലൊന്ന്, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ മൂപ്പര് തെറ്റ് തിരുത്തൂല. നീ ആരോ പറയാൻ? സീനിയറായ ആൾ പറഞ്ഞാൽ സ്വീകരിക്കോട്ടോ. തങ്ങളോ ഉസ്താദൊക്കെ പറഞ്ഞാൽ ഒന്നിച്ചുള്ള സഹഭാരവാഹിയോ താഴെ സർക്കിളിലോ യൂണിറ്റിലുള്ള ആൾ പറയുമ്പോൾ മൂപ്പർക്ക് അല്ല മോനെ നീ ആരോ പറയാം, നമ്മൾ കുറേ കാലമായാലും സങ്കടം. കണ്ടോ? അതാ ഒരു മട്ടം. അതൊരു പ്രശ്നമാണ് സംഭവം. ജൂനിയറായ ആൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ അത് തിരുത്തൂല മൂപ്പര്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ പറയും നിങ്ങൾ ഓതി ആയത്ത് തെറ്റാണെന്ന്. സ്വീകരിക്കല്ലേ വേണ്ടത്? ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ പറയേണ്ടത് 2 കാര്യം പറയണം. ഒന്ന് പറയേണ്ടത് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. രണ്ടാമത്തത് ജസാക്കല്ലാഹു ഖൈറ, അങ്ങനെ ദുആർന്ന് കൊടുക്കുക വേണ്ടത്. അതല്ലേ വേണ്ടത്. തെറ്റ് തിരുത്താനുള്ള മനസ്സില്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നാണ് അർത്ഥം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ക്യാൻസർ മാറട്ടെ എന്നാൽ ഇവിടുന്ന് ദ്വാരത്തിനെങ്കിൽ നിങ്ങൾ ആമീൻ ഈനേക്കാൾ ഊക്കുണ്ടാവും. പക്ഷെ തമ്മിലുള്ള അന്തരം മനസ്സിലാവാത്തതുകൊണ്ട് അത്ര ഊർജം കിട്ടാത്തത്. അതാണ് പ്രശ്നം. കാഷ്ടത്തിലും മൂത്രത്തിലൊന്നും കിടന്ന് മരിക്കല്ലേ എന്നങ്ങനെ ഇവിടുന്ന് ദ്വാരത്തിനെങ്കിൽ ഭയങ്കര ആമീനായിരിക്കും. കിബർ മാറട്ടെ എന്ന് പറഞ്ഞാൽ ആമീൻ ആമീൻ. നമുക്കതിൻ്റെ അന്തരം മനസ്സിലാവാത്തതുകൊണ്ട്. ഒരണുമണിത്തൂക്കമുണ്ടെങ്കിൽ ചിലതൊക്കെ അള്ളാഹു കൺസേൺ ചെയ്യും. പക്ഷെ കിബർ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു നില കടുപ്പിക്കൂല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഭയങ്കര രോഗമാണത്.